പത്തനംതിട്ടയിൽ യു.ഡി.എഫിന് മുന്നേറ്റം. കോന്നി ഒഴികെയുള്ള 4 നിയോജക മണ്ഡലങ്ങളും ജില്ലയിൽ യു.ഡി.എഫ് ജയിച്ചു. കോന്നിയിൽ എൽ.ഡി.എഫ് തോൽപ്പിച്ചത് ബി.ജെ.പി കോൺഗ്രസ് സഖ്യത്തെയെന്ന് വിജയിച്ച എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.യു. ജനീഷ് കുമാർ വ്യക്തമാക്കി. റാന്നി, ആറന്മുള, അടൂർ, തിരുവല്ല എന്നീ നിയോജകമണ്ഡലങ്ങളിലാണ് യു.ഡി.എഫ് വിജയിച്ചത്. കോന്നി ഇത്തവണയും എൽ.ഡി.എഫിനൊപ്പം ഉറച്ചുനിന്നു. കോന്നിയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് നഷ്ടമായത് 15,000-ലധികം വോട്ടുകളാണ്. നമ്മുടെ കോന്നി ചുവന്ന കൊടിയെയും ചുവന്ന പ്രസ്ഥാനത്തെയും ചേർത്ത് പിടിച്ച കോന്നിയിലെ എല്ലാ ജനങ്ങളോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. കോന്നിയിൽ നമുക്കറിയാം, നമ്മൾ ഒരുമിച്ച് തോൽപ്പിച്ചത് കോൺഗ്രസിനെയും ബി.ജെ.പിയെയുമായിരുന്നു. അവർ രണ്ടും ഒന്നിച്ചായിരുന്നു മത്സരിച്ചത്. എങ്ങനെയും കോന്നി തിരിച്ചു പിടിക്കണം എന്ന ധാരണയിൽ യു.ഡി.എഫിൻ്റെ കൺവീനർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെയും നിശ്ചയിച്ചത്. റാന്നിയിലും എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു. ആറന്മുളയിൽ ബി.ജെ.പിയുടെ VIP സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ മത്സരിച്ചുവെങ്കിലും 2021 5,000 വോട്ടുകൾ മാത്രമാണ് കൂടുതൽ നേടിയത്. ത്രികോണ മത്സരം നടന്ന തിരുവല്ലയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വർഗീസ് മാമൻ വിജയിച്ചപ്പോൾ എൻ.ഡി.എ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി 2ാം സ്ഥാനത്തെത്തി. 2021 ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും എൽ.ഡി.എഫ് ആയിരുന്നു വിജയിച്ചത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.